ആം ആദ്മി പാർട്ടിയുടെ മുൻ കേരള കൺവീനർ തുഫൈൽ PT ടെലിഫോൺ ലൈനിലുണ്ട്. തുഫൈൽ, വലിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. 6 മാസം ജയിലിൽ കിടന്ന മുൻ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ മറ്റ് നേതാക്കൾ, ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ 1 വർഷവും 2 വർഷവും ഒക്കെ സത്യേന്ദ്ര ജെയിനും മനീഷ് സിസോദിയും ഒക്കെ ജയിലിൽ കിടന്നത് നമുക്കറിയാം. ആ കേസിലാണിപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി ഒരു തെളിവ് പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. 1000 കോടിയുടെ അഴിമതിയാണ് ആരോപിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിലുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച്. ആശ്വാസകരമെന്നല്ല, ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കെല്ലാം വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ്. കാരണം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഉദയം കൊണ്ട് തന്നെ ആന്റി കറപ്ഷൻ എന്നുള്ള ഒറ്റ ഇതിൽ നിന്നുകൊണ്ടാണ്. കോൺഗ്രസിന്റെയും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സർക്കാരുകളിലും ശക്തമായ അഴിമതിക്കെതിരിൽ വന്നിട്ടുള്ള ശക്തമായ ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. അപ്പം ആ ഒരു അഴിമതി എന്ന ഒറ്റ കാര്യം തന്നെ വെച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഒരു ആന്റി കറപ്ഷൻ മൂവ്മെന്റിനെ ഇന്ത്യയിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലാണ് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഈ ഒരു കേസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. കോൺഗ്രസ് ആണ് ഇതിൽ ആദ്യമായിട്ട് പരാതി കൊടുക്കുന്നതെല്ലാം. പിന്നീട് BJP അത് ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ വേട്ടയാടുകയായിരുന്നു. അതിൽ 6 ലീഡേഴ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് മൊത്തം ആം ആദ്മി പാർട്ടി മെഷീനറിയെ തന്നെ ഇതൊരു കറപ്റ്റ് സിസ്റ്റമാണ്, അഴിമതിയുടെ പേരിൽ വന്ന് അഴിമതി ചെയ്യാൻ വേണ്ടി രൂപപ്പെട്ടതെന്നാണ് എന്നുള്ള രീതിയിലാണ് പ്രചാരണങ്ങൾ അയച്ചുവിട്ടത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും കേജ്രിവാളിനെ ജയിലിലയക്കുകയും മറ്റു സംഗതികളും എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. ക്രൂരമായ പീഡനങ്ങളാണ് അവർ ജയിലിനകത്ത് തന്നെ നേരിട്ടത്. സത്യേന്ദ്ര ജെയിന്റെ ആരോഗ്യം എത്രത്തോളം ക്ഷയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ആ സമയത്ത് കാണുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത് കോടതി കുറ്റവിമുക്തമാക്കുക എന്ന് പറയുമ്പോൾ, അതും ഇപ്പം നമുക്കറിയാം ഡൽഹിയിലെ ഏറ്റവും മികച്ച ഭരണമാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും നൽകിയിരുന്നത്. അതും ഒരു വെൽഫെയർ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, അഴിമതി മുക്തമായിട്ട് എങ്ങനെ ജനങ്ങൾക്ക് ക്ഷേമകാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ചരിത്രത്തിൽ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഒരു നഗരത്തിൽ അന്ന് തന്നെ വലിയ ആരോപണം ഉണ്ടായിരുന്നു, ഇതൊരു പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാനുള്ള, പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ ഭരണം പിടിക്കാനുള്ള BJPയുടെ നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്നത് അന്ന് തന്നെ വലിയ ആരോപണമായി നിങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയതാണ്. അത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നതിലേക്കാണോ ഇപ്പോൾ കോടതി ഉത്തരവ് കൂടി പുറത്തു വരുമ്പോൾ നിങ്ങൾ അതിനെ കാണുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, കേവലം ഈ ഒരു ലീഡേഴ്സ് എന്നുള്ള ലീഡേഴ്സ് എന്ന് വെച്ചാൽ ആം ആദ്മിയുടെ ഏറ്റവും മുൻനിര ലീഡേഴ്സിനെതിരെയാണ് ഇത്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ജയിലിൽ വരെ അടച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ, ഇന്ത്യയിലെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ജയിലിൽ അടച്ചതാണ് അരവിന്ദ് കെജ്രിവാളിനെ. അദ്ദേഹത്തിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മിനിസ്റ്റേഴ്സിനെയാണ് ജയിലിൽ അടച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എന്നിട്ട് മാത്രമല്ല, ലീഡേഴ്സിന് അപ്പുറത്തേക്ക് ആം ആദ്മി പാർട്ടി എന്ന മെഷീനറി തന്നെ, ഈ പാർട്ടിയുടെ മെഷീനറി തന്നെ കംപ്ലീറ്റ് അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു ഇമേജാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഈ പാർട്ടിയെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അതിൽ കേവലം ശക്തമായൊരു തിരിച്ചുവരവിലേക്ക് ഈ കോടതി ഉത്തരവ് പാർട്ടിയെ സഹായിക്കുമെന്നതാണോ? ഹൈക്കോടതിയിലേക്ക് പോകും CBI എന്ന വാർത്ത കൂടി വരുന്നുണ്ട് അപ്പീലുമായി. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചുവരവിന്റെ സമയം കൂടിയാണ്. തുഫൈൽ, പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു വമ്പൻ തിരിച്ചുവരവിന്റെ സമയമാണ്. കാരണം ഡൽഹിയിൽ ഓൾറെഡി ജനങ്ങൾ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിനും വളരെ മിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമാണ്. കാരണം ഇത്രയും മികച്ച ഭരണം നൽകിയിട്ടും സൗജന്യ കുടിവെള്ളം, സൗജന്യ വൈദ്യുതി, ഇത്തരത്തിൽ സർക്കാർ സ്കൂളുകൾ ലോകോത്തരമാക്കുന്നു, ഹൈടെക് ആക്കുന്നു, ഈ രീതിയിലുള്ള എല്ലാ രീതിയിലും ഇത് മാത്രമല്ല, ഒരുപാട് സംഗതികൾ, ആക്സിഡന്റ് പറ്റുന്നവർക്ക് ഉള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഗതികളാണ് അരവിന്ദ് കെജ്രിവാൾ ഭരണപരിഷ്കാരമായിട്ട് അവിടെ കൊണ്ടുവന്നത്. ഇത്രയും നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടും ജനങ്ങളെ വൈകാരികമായിട്ട് ഇളക്കി വിടുന്ന രീതിയിൽ, കാരണം അഴിമതിക്കെതിരെ വന്നൊരു മൂവ്മെന്റ്, ഒരു പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്നു എന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇതാക്കിയത്. അപ്പോൾ ഓൾറെഡി ഈ ഭരണത്തിന്റെ പരിഷ്കാരങ്ങൾ ജനങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഇപ്പൊ പൊല്യൂഷൻ കൊണ്ട് ഡൽഹി ആകെ വലയുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. പുതിയ വികസന പ്രവർത്തനങ്ങളോ പുതിയ നയങ്ങളോ അവിടെ രൂപീകരിക്കപ്പെടുന്നില്ല. ഈ ഒരു സാഹചര്യത്തെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു സംഗതിയിൽ തന്നെ കുറ്റവിമുക്തമാക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയിൽ വലിയ രീതിയിൽ അതിന്റെ കാഡറിനെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും വമ്പിച്ച രീതിയിൽ ആം ആദ്മി പാർട്ടി തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.